നമസ്തേ. ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കർക്കിടക മാസമായാൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല. അതുവരെ മുരിങ്ങയില ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്. പക്ഷേ കർക്കിടക മാസത്തോടു കൂടി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അസ്തമിക്കുന്നു. പിന്നെ നമുക്ക് ഇത് വിരുദ്ധമായ ഒരു ആഹാരമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചൊല്ലും അങ്ങനെ പറയുന്നതിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം എന്താണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. മുരിങ്ങയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. മുരിങ്ങ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. മുരിങ്ങ പലപ്പോഴും നമ്മൾ ഈ ജലാശയത്തിൻ്റെ ഒക്കെ അടുത്താണ് നടുക, അതായത് കുളം കിണറിൻ്റെ ഒക്കെ. കാരണം മുരിങ്ങയ്ക്കുള്ള പ്രത്യേകത ആ ഭൂമിയിലുള്ള ഏതെങ്കിലും വിഷാംശത്തെ വലിച്ചെടുത്ത് ആ ജലത്തിനെ സംരക്ഷിക്കാനും വിഷമില്ലാതെയാക്കാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് മുരിങ്ങ. പക്ഷേ കർക്കിടക മാസം ആകുന്നതോടുകൂടി ചന്ദ്രന്റെ രാശിയിലേക്ക്, കർക്കിടകത്തിലേക്ക് സൂര്യൻ വരുമ്പോഴാണ് കർക്കിടക രാശി ആരംഭിക്കുന്നത്, കർക്കിടക മാസം ആരംഭിക്കുന്നത്. അതോടുകൂടി സൂര്യന് ബലം കുറയുകയും ചന്ദ്രന് ബലം കൂടുകയും ചെയ്യും. അങ്ങനെ ഭൂമിയിലുള്ള ജലാംശത്തെ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശേഷി സസ്യങ്ങൾക്കുണ്ടാവും. അങ്ങനെ ഇത് മുരിങ്ങയ്ക്കും ഉണ്ടാവും. അപ്പോൾ മുരിങ്ങ സാധാരണയായി വേരിലും അതിൻ്റെ തടിയിലുമാണ് ഈ വിഷാംശത്തെ വലിച്ചു വയ്ക്കുക, സൂക്ഷിച്ചു വയ്ക്കുക. പക്ഷേ ജലാധിക്യം കൂടുതൽ ഉള്ളത് കൊണ്ടും ജലത്തെ വലിച്ചെടുക്കാനുള്ള കഴിവ് വളരെ കൂടുതലായതുകൊണ്ട് ഇത് തടിയിൽ നിന്ന് നേരെ ഇലയിലേക്ക് കൂടി പ്രവഹിക്കും. അങ്ങനെ അത് നിൽക്കുന്ന പ്രദേശത്തിനുള്ള ആ വിഷാംശം മുഴുവനായി അത് തടിയിലൂടെ, അത് നേരെ വേരിലൂടെ, തടിയിലൂടെ ഇലയിലേക്ക് പകരും. അങ്ങനെ ഇലയ്ക്ക് വിഷാംശം ഉണ്ടാവും. അങ്ങനെയാണ് മുരിങ്ങയില നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചുകൊണ്ട്